ഹമാസ് അവതരിപ്പിച്ച പുതുക്കിയ വെടിനിർത്തൽ കരാറിന് ഹമാസ് അംഗീകാരം നൽകിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ വീണ്ടും പ്രതീക്ഷകളായിരുന്നു. യുദ്ധം എന്നേക്കുമായി അവസാനിപ്പിക്കാതെ ഒരു തരത്തിലുള്ള കരാറുകൾക്കും തയ്യാറല്ലെന്നായിരുന്നു ഹമാസിന്റെ മുൻ നിലപാട്. എന്നാൽ താൽക്കാലികമായെങ്കിലുമുള്ള വെടിനിർത്തൽ ഫലസ്തീന്റെ നിലനിൽപ്പിന് അത്രത്തോളം പ്രധാനമാണ്. ഗസയിൽ വെടിനിർത്തലിനായി യുഎസിന്റെ നേതൃത്വത്തിൽ നീക്കങ്ങൾ വീണ്ടും സജീവമായിരുന്നു. കൂടുതൽ വിട്ടുവീഴ്ചകൾക്ക് ഹമാസ് തയ്യാറാകുമ്പോഴും ഇസ്രായേലിന് യുദ്ധം ചെയ്ത് മതിയാകുന്നില്ല. യുഎസിന്റെ വെടിനിർത്തൽ കരാറിന്റെ തുടർ ചർച്ച നടക്കാനിരിക്കെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്രായേൽ ധനമന്ത്രിയും തീവ്ര വലതുപക്ഷക്കാരനുമായ ബസാലേൽ സ്മോട്രിച്ച്. വെടിനിർത്തൽ കരാർ അംഗീകരിച്ചാൽ ഹമാസിന് മുന്നിൽ തോൽവി സമ്മതിക്കലാകുമെന്നാണ് പക്ഷം. ഹമാസുമായുള്ള ഏതൊരു കരാറും ഇസ്രായേലിന് തോൽവിയും അപമാനവുമായിരിക്കുമെന്ന് ഇസ്രായേൽ പാർലമെന്റിലെ ചർച്ചയ്ക്കിടെയാണ് സ്മോട്രിച്ച് പറഞ്ഞത്. ഹമാസിന് കീഴടങ്ങുന്ന കരാറിന്റെ ഭാഗമാകാൻ ഞങ്ങൾ തയ്യാറല്ല. ഈ കരാർ ഇസ്രായേലിന് തോൽവിയും അപമാനവും യഹ്യ സിൻവാറിന്റെ വിജയവുമാണ്. പാർലമെന്റിൽ സ്മോട്രിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്. ഈ കരാറിൽ ഉൾപ്പെടാത്ത 90 ബന്ധുക്കളെ കൊലപ്പെടുത്താൻ ഇത് വഴിയൊരുക്കുമെന്നും സ്മോട്രിച്ച് ആരോപിച്ചു. ആയിരങ്ങൾ കൊല്ലപ്പെടുന്ന അടുത്ത കൂട്ടക്കൊലയ്ക്കും ഈ കരാർ ഇടയാക്കുമെന്നാണ് സ്മോട്രിച്ചിന്റെ വാദം. നെതന്യാഹുവിന്റെ സർക്കാരിലെ രണ്ടാമത്തെ സഖ്യകക്ഷിയായ നാഷണൽ യൂണിയൻ പാർട്ടിയുടെ നേതാവ് കൂടിയാണ് നിലവിൽ ഇസ്രായേലിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയായ ബസാലേൽ സ്മോട്രിച്ച്. 2005 ലിറ്റർ കണക്കിന് ഗ്യാസോലിനുമായി അട്ടിമറി ശ്രമത്തിന് അറസ്റ്റിലായ വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. ഫലസ്തീൻ ഭൂമിയുടെ അധിനിവേശം നിയമവിധേയമാക്കുന്നതിലും ഫലസ്തീനുകളുടെ ഭൂമിയിലെ സയനിസ്റ്റ് കയ്യേറ്റങ്ങളിലും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇദ്ദേഹം. വെസ്റ്റ് ബാങ്ക് സെറ്റിൽമെന്റുകളിൽ വലിയ തോതിലുള്ള അക്രമങ്ങൾ അഴിച്ചുവിട്ടതിന് നേതൃത്വം നൽകിയതും സ്മോട്രിച്ച് ആയിരുന്നു. ചില കേസുകളിൽ ഫലസ്തീനിയൻ അറബികളോട് ഇസ്രായേലിലെ കോടതി അനുഭാവം പുലർത്തുന്നുവെന്ന് തോന്നിയതിനാൽ ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിന് കീഴിൽ കൊണ്ടുവരുന്നതിന് അടുത്ത കാലത്ത് നിയമനിർമ്മാണം നടത്തിയതിന് പിന്നിലും സ്മോട്രിച്ചിന്റെ ബുദ്ധിയായിരുന്നു. ഇസ്രായേലിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ സ്മോട്രിച്ചിന് നേരെയും നീളുന്നുണ്ട്. എങ്കിലും വിവാദ പ്രസ്താവനകളും കുതന്ത്രങ്ങളുമായി നെതന്യാഹു സർക്കാരിൽ സജീവമാണ് ഇദ്ദേഹം. കഴിഞ്ഞ ദിവസം ഹമാസും ഇസ്രായേലും മധ്യസ്ഥർ മുഖേന വെടിനിർത്തൽ കരാറിന്റെ പ്രാരംഭ ചർച്ച നടത്തിയതിന് പിന്നാലെയായിരുന്നു സ്മോട്രിച്ചിന്റെ അടുത്ത നീക്കം. വെടിനിർത്തൽ കരാറിന്റെ തുടർ ചർച്ച ഈജിപ്തിലെ കെയ്റോയിലാണ് നടക്കുക. ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ ഷിൻബെറ്റിന്റെ തലവൻ കെയ്റോയിലേക്ക് പോകാനിരിക്കെയാണ് സ്മോട്രിച്ചിന്റെ പ്രസ്താവന വരുന്നത്. ഇസ്രായേൽ ആദ്യഘട്ടത്തിൽ തന്നെ സമ്പൂർണ്ണ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും എന്നാൽ മാത്രമേ വെടിനിർത്തൽ ചർച്ചകൾക്ക് സന്നദ്ധമാകൂ എന്നുമുള്ള നിലപാടിൽ നിന്ന് ഹമാസ് അയവ് വരുത്തിയിരുന്നു. ചർച്ച വിജയിച്ചാൽ രണ്ടാം ഘട്ടത്തിൽ സൈനികരും സാധാരണക്കാരുമായ ഇസ്രായേലി ബന്ധുക്കളെ മോചിപ്പിക്കും. പകരം കൂടുതൽ ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ വിട്ടയക്കുമെന്നാണ് വിവരം. ഫലസ്തീനെതിരായ ആക്രമണം പൂർണ്ണമായും അവസാനിപ്പിക്കുമെന്ന ഇസ്രായേലിന്റെ ഉറപ്പ് രേഖാമൂലം നൽകണമെന്നാണ് ഹമാസ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത്. ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാതെ ആക്രമണം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് നെതന്യാഹു.